രാവിലെ ഈ മണപ്പുള്ളി രാവിലെ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വേണ്ടി എന്റെ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങി. ഞാൻ 5 മണിക്ക് പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി, പിന്നെ അവിടെ നിന്ന് നടക്കുന്നവരെയൊക്കെ ഒന്ന് കണ്ട്, മേപ്പറമ്പ് പള്ളിയിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ഉപ്പമാരെയും ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും കോട്ടയുടെ പരിസരത്തെത്തി. 6:30 ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നപ്പോൾ 6:30 ഇവിടെ വരാൻ പറ്റി. ഇവിടെ നിന്ന് ഇനി 7 മണിക്ക് തന്നെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ ബൂത്ത് നമ്പർ 88 തൊട്ടടുത്ത് തന്നെയാണത്, അവിടെയാണ് വോട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ കോട്ടയിൽ ക്ഷേത്രവും പിന്നെ നമ്മുടെ കൽപ്പാത്തി, പിന്നെ പറ്റാവുന്ന അത്രയും ബൂത്തുകൾ, പറ്റുമെങ്കിൽ 180 ബൂത്തുകളും കവർ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഈ പോളിംഗിന് ഇനി 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലെ പ്രതീക്ഷ, ആവേശം? 26 മിനിറ്റ് ഉണ്ട്. അത് ആ 26 മിനിറ്റിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് അവസാനത്തെ 2-3 ദിവസങ്ങളിൽ ജനങ്ങളെ ഏതൊരു തരത്തിലും അവരുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനൊന്നും ഒരാൾക്കും സാധ്യമല്ല. ഇത്തവണത്തെ പാലക്കാടിന്റെ ജനാധിപത്യ ബോധം, മതേതര കാഴ്ചപ്പാടൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ടുകളെ തിരിച്ചിരുന്നതിനൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞു ചെയ്യുന്ന വോട്ടായി ഇത്തവണത്തെ വോട്ട് മാറും. അത് നിങ്ങൾക്ക് വോട്ടർമാരുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഇന്ന് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയും കൂടി പറയാം. സാധാരണ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു 3% മുതൽ 5% വരെ പോളിംഗ് ശതമാനം കുറയേണ്ടതാണ്. അതിൻ്റെ ടെക്നിക്കാലിറ്റി നിങ്ങൾക്കറിയാം. ഇവിടെയുള്ളവർ മറ്റ് സ്ഥലങ്ങളിൽ ജോലിയുള്ളവരുണ്ടാകും, മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ആ 3 മുതൽ 5% വരെയുള്ള ആ താഴ്ചയെ മറികടന്നുകൊണ്ട് വോട്ടിൻ്റെ ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തെ അതേ ശതമാനം നിലനിർത്തുകയെങ്കിലും ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും. വോട്ടിൻ്റെ എണ്ണത്തിൽ, ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു 100 വോട്ടെങ്കിലും കൂടുതലുണ്ടാകും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് 1.5 ലക്ഷത്തിലേറെ സമ്മതിദായകർ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്. 1,95,000 തൊട്ട് താഴെയുള്ളതിൽ 1,50,000 മുകളിൽ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന്. വിളി വന്നവരൊക്കെ, വണ്ടി പിടിച്ച് വന്നവർ, ഇന്നലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഗൾഫിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ച് വരണ്ടെന്ന് വിചാരിച്ചായിരുന്നു. വരാൻ പോവുകയാണ്, ഞങ്ങളവിടെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളും. ഞാൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 5% കുറയും എന്ന് പറഞ്ഞത് സാധാരണ കണക്ക് വെച്ചിട്ട് പോലുമല്ല, അതിനും അപ്പുറത്തെ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ്. 10% അവിടെ വോട്ട് കുറഞ്ഞു, എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, എണ്ണത്തിൽ കൂടുതലുണ്ടാകും, ശതമാനം ഒട്ടും താഴുകയുമില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്നലെയും പ്രചരണം. ഞാൻ എൻ്റെ ശ്രദ്ധ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും വേറൊന്നിലേക്കും മാറിപ്പോയിട്ടില്ല. എനിക്ക് 2 വോട്ടുണ്ടെന്ന് പറഞ്ഞ കള്ളന്മാരുടെ അടുത്ത് മാത്രമാണ് അത് തിരുത്താൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലല്ലാതെ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലും അവരുടെ അടുത്ത് എത്തുന്നതിലും മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. ആ ശ്രദ്ധ തന്നെയാണ് അവസാന ദിവസം അതും തെറ്റിക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആവട്ടെ. പരാതി ആക്ഷേപങ്ങളല്ലേ, ആക്ഷേപം എന്നല്ലേ വാക്കുപയോഗിക്കുന്നുള്ളൂ. വസ്തുതകൾ എന്ന് പറയുന്നില്ല. നമ്മൾ കൊടുത്ത പരാതി ഇലക്ഷൻ കമ്മീഷൻ വസ്തുതകൾ വെച്ചുകൊണ്ട്, അത് ആക്ഷേപമല്ല. ആക്ഷേപവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് വാർത്തയിലാണെങ്കിൽ പോലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് നമുക്കെതിരെ എന്ത് ആക്ഷേപവും ആരോപണവും പറയാം. നമ്മൾ കുറെ വസ്തുത അല്ല, അങ്ങനെ ഇരട്ട വോട്ടുള്ളവരാരും ഇത്തവണ പോളിംഗ് ബൂത്തിൽ എത്തില്ല എന്നുള്ളൊരു ആശ്വാസം കൂടിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കാർക്കശ്യത്തോടുകൂടി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരു നിയമാവലി പോലെ തന്നെ അവരുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കള്ളത്തരത്തിൽ വോട്ട് തിരികെ കയറ്റിയ ഒരാൾ പോലും ധൈര്യപൂർവ്വം വന്നിപ്പോൾ വോട്ട് ചെയ്ത് എന്തായാലും പോയില്ല. കാരണം CPM-ന്റെ പരാതി 10 ദിവസം മുന്നേ ഉന്നയിച്ചതുകൊണ്ട് അത് വളരെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോട്ടിലും അദ്ദേഹം മാന്യത പുലർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനത് ഇന്നലെ പറഞ്ഞതല്ലേ, 70,000-ൽ കുറയാത്ത മനുഷ്യർ വന്ന് വോട്ട് ചെയ്യും ഇടതുപക്ഷത്തിന് അനുകൂലമായി. ഈ കണക്ക് സത്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയെങ്കിലും മനസ്സിലായി തുടങ്ങേണ്ടതാണ്. അതുവരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ കണക്ക് എന്ന് വേണമെങ്കിൽ മനസ്സിലിട്ട് ആലോചിക്കാം. ഈ കണക്ക് വൈകുന്നേരം 6 മണി മുതലെങ്കിലും നിങ്ങൾക്ക് ഏറിയേണ്ടി വരും. സാറിന് വലിയ തരത്തിൽ വിവാദങ്ങൾ ചർച്ചയായി, വികസന കാര്യങ്ങൾ ആ നിലയ്ക്ക് ചർച്ചയായില്ല. വികസന കാര്യങ്ങൾ വോട്ടർമാർ വികസനം മാത്രമേ പരിഗണിക്കൂ. അവർക്ക് പരിഹാരങ്ങൾ കാണണം. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രായശ്ചിത്തങ്ങൾ ചെയ്യണം. അവർ വലിയ പ്രതീക്ഷയിലാണ്. വന്നു കിട്ടിയ അവസരമാണ്, വീണ് കിട്ടിയ അവസരം എന്ന് പറയില്ലേ. ഒരു കൂട്ടർ വിളിച്ചു വരുത്തിയിട്ടാണ് വോട്ട് ചെയ്യൂന്ന് പറയണത്. ആ വിളിച്ചു വരുത്തിയ കൂട്ടരുടെ എന്തിനു വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിളിച്ചു വരുത്തിയത് എന്നുള്ള ബോധ്യം ജനങ്ങൾക്ക് ഇന്നുണ്ട്.
അതിനനുസരിച്ച് അവർ പ്രതികരിക്കും. സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് പറയാൻ സ്ഥാനാർത്ഥിക്ക് ധൈര്യമുണ്ടോ? അതെന്താ അങ്ങനെ ഒരു വെല്ലുവിളി? അല്ല, മന്ത്രിമാരും മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഒരു വെല്ലുവിളി എന്താ? അല്ല, പ്രതിപക്ഷ നേതാവും ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നത്. ജനങ്ങൾക്കറിയാം ആരെ വിലയിരുത്തേണ്ടത് ഈ തെരഞ്ഞെടുപ്പിലൂടെ എന്ന്. ജനങ്ങളെ വെല്ലുവിളിക്കുന്ന എല്ലാ ശീലങ്ങളെയും ഈ തെരഞ്ഞെടുപ്പ് പൊളിച്ചെഴുതും. 3 ദിവസം മുമ്പ് ജനങ്ങളുടെ മുമ്പിലേക്ക് ഒരു പുതിയ വെല്ലുവിളി വെച്ചല്ലോ. ഇതാ കണ്ടില്ലേ, ഞങ്ങൾ ഇങ്ങനെയാ വോട്ട് മറിക്കുകയെന്ന്. ഞാൻ ഈ പ്രയോഗങ്ങളെയൊക്കെ തിരുത്തിയ ഒരാൾ. ഒരു ആൾ വന്ന് ഒരു വോട്ടാണ് ചെയ്യുന്നത്, അയാൾ മറിക്കൊന്നുമല്ല ചെയ്യണത്. ആ മനുഷ്യൻ്റെ വോട്ട് രേഖപ്പെടുത്തുകയാണ്, അറിഞ്ഞു നൽകുകയാണ്. അത് കൂട്ടത്തോടെ കുറേ പേര് ചെയ്യുമ്പോൾ മറിച്ചു, മറിഞ്ഞു, അല്ലെങ്കിൽ മാറ്റിക്കുത്തി, ഈ പ്രയോഗങ്ങളൊക്കെ ജനാധിപത്യ വിരുദ്ധമാണ്. ഞാൻ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി പറയുന്നു, ജനങ്ങളെ വില കുറച്ച് കാണുന്ന ചോദ്യങ്ങളും കഴിവതും ഇന്ന് ഒഴിവാക്കുക. വളരെ പോസിറ്റീവായി ഇന്നത്തെ ഇലക്ഷനെ റിപ്പോർട്ട് ചെയ്യുക. ഞാനെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ, പോസിറ്റീവായി റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞ ഉടനെ ഒരു നെഗറ്റീവ് ചോദ്യം. പാലക്കാടിന് നല്ലത് തോന്നും, പാലക്കാടിന് നല്ലത് വരുത്തണം. പാലക്കാട് തീരുമാനിക്കുന്നത് ശരിയുടെ സത്യത്തിന്റെ തീരുമാനമായിരിക്കും. അതെനിക്കറിയില്ല. വന്ന് പ്രാർത്ഥിക്കുന്നവരും നിന്ന് പ്രാർത്ഥിക്കുന്നവരും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്ന് പ്രാർത്ഥിക്കുന്നവനാ, അതുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും നിന്ന് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം എല്ലാറ്റിലും. അതെ 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 ഓടി നടക്കാൻ അറിയണം ജനങ്ങൾക്ക് വേണ്ടിയെന്നേ. ലൈം ലൈറ്റിൽ നിന്ന് രാഷ്ട്രീയം കളിക്കുന്ന ആളാണെന്ന് പറയാതെ പറഞ്ഞല്ലോ സ്ഥാനാർത്ഥി. ആ ലൈം ലൈറ്റ് രാഷ്ട്രീയത്തിന് തൻ്റെ മുൻഗാമിക്കുണ്ടായ ഒരു പരിവേഷമുണ്ടല്ലോ, ആ പരിവേഷത്തിൻ്റെയും കൂടി പ്രായശ്ചിത്തം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഗതികേടിലേക്ക് കോൺഗ്രസും ലീഗും UDF-ഉം അടക്കം എല്ലാ മനുഷ്യരും, ഞാൻ നേരത്തെ പറഞ്ഞില്ല എൻ്റെ 70,000-ൻ്റെ ഒരു കൗണ്ട്, അതിലൊരുപാട് മനുഷ്യരുണ്ട്. അവരുടെ രാഷ്ട്രീയം ഒന്നും വേർതിരിക്കാൻ നിങ്ങൾ പോകണ്ട, അതൊക്കെ മെനക്കെട്ട് പണിയാണ്. രാഷ്ട്രീയം നോക്കണ്ട. അവിടെ ജനങ്ങൾ പാലക്കാടിനെ നോക്കി വോട്ട് ചെയ്യും. ഇത് നോക്കി കുത്തിത്തിരിപ്പ് ചോദ്യം. 2026 പാലക്കാട് വോട്ട് ചെയ്യുന്നതാണ് രാഹുൽ പറയുന്നത്. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസി വോട്ട് ചെയ്യുന്നത് അത് 23-ാം തീയതി രാഹുൽ പറഞ്ഞാൽ ഞാനതിനെ വിശ്വാസത്തിലെടുക്കാം. തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ ആ സ്ഥാനാർത്ഥി പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ടും വന്ന് ആ മനുഷ്യൻ പറയുന്ന ഏത് വാക്കിനെയും ഞാൻ വിശ്വാസത്തിലെടുക്കാം. അപ്പോഴേക്കെങ്കിലും സ്ഥിരബോധം തിരിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ കുറച്ചെങ്കിലും ഒരു സഹതാപം അദ്ദേഹത്തിന് കൊടുക്കണം. വന്ന് കുരുതി കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു പരിഗണന മാനുഷികമായിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ ഒരു നേതാവൊന്നുമല്ല. എത്ര വയസ്സായിടോ? എന്ത് ചോദ്യം അത്? പ്രായത്തിന്റെ മാനദണ്ഡമല്ല. ജനങ്ങളുടെ അടുത്തൊന്ന് ചോദിച്ചാൽ ആരാ ഇവിടുത്തെ യഥാർത്ഥ യൂത്ത് എന്ന് അപ്പം മനസ്സിലാവും. പ്രായം കൊണ്ടല്ല ഒരാളുടെ യൂത്ത് അളക്കേണ്ടത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എനിക്ക് പ്രായം കുറവാണ് എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുന്ന രീതിയും അത്ര നല്ലതൊന്നല്ല. സമപ്രായക്കാരാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് BJP സ്ഥാനാർത്ഥി കുറച്ച് പ്രായം കൂടുതലാണെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് വോട്ട് ചെയ്യണ്ടെന്നാണോ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പറയുന്നത്? അങ്ങനെയൊന്നല്ല. പ്രായം ഒരു ഘടകമല്ല. മനസ്സിന്റെ ചെറുപ്പവും ചുറുചുറുക്കും ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള കാര്യപ്രാപ്തി. BJP-ക്കെതിരെയാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ എതിരെ എന്നുള്ള വാക്ക് വേണ്ടി ഞാൻ പറഞ്ഞില്ല, നെഗറ്റീവ് വാക്കുകൾ ഇവിടെ ഇല്ല. ജനങ്ങളുടെ വോട്ട് നമുക്ക് അനുകൂലമാക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ മത്സരിക്കുന്നത്. ജനങ്ങൾക്ക് ഒരാളെ തീരുമാനിക്കേണ്ട ആവശ്യമുള്ളൂ. അവരാരെയും എതിർത്തല്ല തീരുമാനിക്കുന്നത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ആരെങ്കിലും വോട്ട് ചെയ്യുമ്പോൾ ഒരാൾക്ക് എതിർത്ത് വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ വോട്ട് ചെയ്തതിന് ഒരാൾക്ക് വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ എതിർത്ത് വോട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനും ഇവിടെ ഉണ്ടാവില്ല. ആർക്കൊക്കെയോ വേണ്ടി വോട്ട് ചെയ്യുന്ന 70,000 പേര് ഇവിടെ ഉണ്ടാവും. ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഞാൻ അതിന് മറുപടി പറയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല, ഇതിപ്പോ ഒരേ രക്തത്തിലുള്ളവർ തന്നെയാണല്ലോ. കാരണം ഇന്നലെയും കൂടി അദ്ദേഹം നടത്തിയ പ്രസ്താവന അതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ഒരു കാര്യം ബോധ്യമായി. നാടകത്തിന്റെ തിരക്കഥയിൽ എവിടേക്കോ പാളിച്ച പറ്റി. അപ്പൊ അതുകൊണ്ട് ആ 2 പേർക്ക് പറയുന്നതും ഈ പറഞ്ഞ ആൾക്കെതിരെ പറയുന്നത് 3 സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം കണ്ടു.